പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 61ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ രഞ്ജി ജോർജ് ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കോന്നി തണ്ണിത്തോടാണ്. ഇപ്പോൾ ലണ്ടനിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രിയ ദേവദാസിനെ അതിശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലണ്ടനിലുള്ള മൗണ്ട് ചർച്ച് കാർഡിഫ് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക യൂട്യൂബ് ചാനലുകളിലും സൂം പ്ലാറ്റ്ഫോമിലും പ്രിയ ദേവദാസിനെ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. ബ്രദർ ഡെന്നിസ്, സിസ്റ്റർ സിജി അവര് മേൽനോട്ടം കൊടുത്ത് നേതൃത്വം വഹിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ദൈവദാസിദാസന്മാരോട് ദൈവജനത്തോടുകൂടി ഇന്നത്തെ രാത്രി കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. സഹോദരങ്ങളെ, ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞു, When I give you a chance to speak to my people, that could be the last chance I am giving to you. എൻ്റെ ജനത്തോട് സംസാരിക്കുവാൻ ഞാൻ നിനക്കൊരു അവസരം തരുമ്പോൾ ഓർക്കുക, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ സമയമായിരിക്കാം അത്. അഥവാ എനിക്ക് തോന്നുകയാ അങ്ങനെ സംഭവിക്കുകയാണെന്ന് കരുതിക്കോ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തരുന്ന അവസാനത്തെ മെസ്സേജാണിതെങ്കിൽ ഞാൻ എന്തായിരിക്കും നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഈ ലോകത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കണോ? ലോകത്തിൽ നിങ്ങളെ കർത്താവ് വലിയവരാക്കുമെന്ന് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കണോ? ഭൗമിക അനുഗ്രഹങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമെന്ന് ഞാൻ പ്രസംഗിക്കണോ? ഞാൻ എന്തായിരിക്കണം നിങ്ങളോട് പറയേണ്ട ദൂത്? അതുപോലെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്ക്. അടുത്ത ഒരു സമയം കൂടെ നിങ്ങൾക്ക് കർത്താവിന്റെ മുമ്പിൽ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുവാൻ ലഭിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇന്നത്തെ രാത്രി ഉറങ്ങി പ്രഭാതത്തിൽ നമ്മൾ എത്ര പേർ ഉണരുമെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു പക്ഷേ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന അവസാനത്തെ സമയമാണിതെങ്കിൽ എന്തായിരിക്കണം കർത്താവിൽ നിന്ന് കേൾക്കേണ്ടത്? ഭൗമികമായ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചാണോ നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ ഞെരുക്കുന്ന, നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഭൗതിക വിഷയങ്ങളെക്കുറിച്ചാണോ, അതിന്റെ വിടുതലിനെ കുറിച്ചാണോ കേൾക്കേണ്ടത്? അതോ കർത്താവേ, ഇന്നത്തെ രാത്രി അങ്ങയുടെ വരവ് സംഭവിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണെങ്കിൽ അവിടുത്തെ സന്നദ്ധിയിൽ നിൽക്കുവാൻ, അങ്ങയോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ ഇന്നത്തെ രാത്രി എനിക്ക് വെളിപ്പെടുത്തി തരണമേ, അതായിരിക്കുമോ നമ്മുടെ പ്രാർത്ഥന? സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി കുറച്ച് സമയം കർത്താവിന്റെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ തിരുവചനം ഇറങ്ങണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കണം. നമ്മൾ പലപ്പോഴും പുറത്ത് കാണുന്നവരല്ല, അകത്ത്. ജിംനേഷ്യത്തിലൊക്കെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് ഒരാൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളിനെ കണ്ടു കഴിഞ്ഞാൽ 6.5 അടി പൊക്കമുണ്ട്, കയ്യിൽ മസിലുണ്ട്, കാലിൽ മസിലുണ്ട്, വയറ്റത്ത് 6 പാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇറങ്ങി വന്ന് വണ്ടിയിലോട്ട് കയറുന്നത് കാണാൻ ചിലപ്പോൾ കൊളാപ്സ് ചെയ്ത് താഴെ വീണ് മരിക്കുന്നത് കാണാം. ഇല്ലേ അങ്ങനെ? ആരോഗ്യ ദൃഢഗാത്രരായ ചിലർ ഡോക്ടറുടെ അടുത്തോട്ട് പോകുന്നത് ധൈര്യത്തോടെയും ചിരിച്ചും വിൽ പവറോടുകൂടെയാ. പക്ഷേ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ, റിപ്പോർട്ട് കണ്ട് ഇറങ്ങി വരുമ്പോൾ മൗനമായിട്ടാണ് വരുന്നത്. ചിലർ ഇറങ്ങി വന്നിട്ട് നേരെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകും. കാരണം എന്താണെന്നറിയാമോ? അപ്രതീക്ഷിതമായ ചില വാർത്തകൾ ആ റിപ്പോർട്ടുകളിലൂടെ കേട്ടു. പുറത്ത് ശരിയായിരിക്കുന്നത് കൊണ്ട് അകത്ത് ശരിയാകണമെന്നില്ല സഹോദര സഹോദരി. ഒരാള് പുറത്ത് ആരോഗ്യത്തോടെ കാണുന്നു എന്ന് കണ്ട് അകം ഉറക്കെയാണോന്നില്ല. പുറത്തുള്ള അവയവങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ട് അകത്തുള്ള അവയവങ്ങൾക്ക് കേടുപാടുകൾ വന്നിട്ടില്ല എന്ന് പറയരുത്. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ട്യൂമർ വളരുന്നുണ്ടോ, ഏതെങ്കിലും ഒരു ആപത്ത് നമ്മുടെ ഉള്ളിലുണ്ടോ, ആർക്കും പറയാൻ പറ്റില്ല. എക്സാക്ട്ലി ദാറ്റ് ഇസ് ദ സെയിം കേസ് ഇൻ സ്പിരിച്വൽ ലൈഫ് ആസ് വെൽ. ആത്മീയ ജീവിതത്തിലും ഇത് തന്നെയാണ്. പുറത്ത് കയ്യടിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഹാലലുയ്യുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അകത്തെ മാറ്റം വരാത്ത അനേക ദൈവമക്കൾ ദൈവസഭയുടെ മധ്യത്തിലുണ്ട്. അവരും എടുക്കുന്ന പേര് ദൈവമക്കളെന്ന്. ഇന്നത്തെ രാത്രി കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. അവിടെ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. കർത്താവ് നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് അവിടെ നമ്മളോട് സംസാരിക്കട്ടെ.
ദാറ്റ് ഈസ് വാട്ട് ഈസ് കൗണ്ടഡ്. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. മനുഷ്യൻ നമ്മളെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കരുത്. അപ്പൻ നമ്മളെ കുറിച്ച് പറയുന്നത്, അമ്മ പറയുന്നത്, ഭാര്യ പറയുന്നത്, ഭർത്താവ് പറയുന്നത്, മക്കൾ പറയുന്നത് അല്ല നമ്മൾ കേൾക്കേണ്ടത്. അവർക്കാർക്കും നമ്മുടെ ഹൃദയം അറിയില്ല, നമ്മുടെ സ്പിരിച്വാലിറ്റി അറിയില്ല, നമ്മുടെ ആത്മീയത അറിയില്ല. നമ്മുടെ ആത്മീയത അറിയുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തെ തിരിച്ചറിയുന്ന കർത്താവ്, 24 മണിക്കൂറും നമ്മെ സുസൂക്ഷ്മം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ്, അവിടുത്തേക്ക് മാത്രമേ നമ്മുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് അറിയുവാൻ പറ്റൂ. അവിടുത്തേക്ക് മാത്രമേ നമ്മുടെ ആത്മീയ ഭാവിയെക്കുറിച്ച് സംസാരിക്കുവാനായി പറ്റൂ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായി കർത്താവിന്റെ വചനത്തിൽ നിന്നൊരു വാക്യം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. നോർമലി ഞാനൊരു സെഷൻ സംസാരിക്കുന്നത് 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ്. സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. എനിക്ക് 10 മിനിറ്റ് കിട്ടിയാലും ദൈവവചനം ഞാൻ പ്രസംഗിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷെ കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശരിക്കും അളന്നു തൂക്കി കർത്താവ് നമ്മളോട് സംസാരിക്കണം. ആവശ്യമില്ലാത്ത ഒരു മാനുഷിക വാക്കല്ല നമുക്ക് കേൾക്കേണ്ടത്. കാരണം മനുഷ്യന്റെ 10,000 ശൂന്യമായ വാക്കുകളേക്കാൾ കർത്താവിന്റെ ഒരൊറ്റ വാക്ക് മതി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ. നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് എന്തെന്ന്, നമ്മുടെ വഴിയിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി എന്തെന്ന് തിരിച്ചറിയുവാൻ കർത്താവിന്റെ ഒരൊറ്റ വാക്ക് മതി. ഈ വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 28. 1 യോഹന്നാൻ 2:28. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. And now little children, abide in him, that when he shall appear we may have confidence and not be ashamed before him at his coming. കർത്താവിന്റെ വരവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്റെ സഭയെ ചേർക്കുവാനായി കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ, ഇവിടെ കർത്താവിന്റെ ദാസനായ യോഹന്നാൻ ദൈവ മക്കളോട് പറയുകയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ. 10, 96, 94, 95 വയസ്സ് പ്രായമുള്ളപ്പോൾ എഴുതപ്പെട്ട ലേഖനമാണ്. 94 വയസ്സുള്ള ഒരു അപ്പച്ചൻ കർത്താവിനോട് കൂടെ 65 വർഷക്കാലം നടന്നവൻ, സഭയുടെ വളർച്ച കണ്ടവൻ, സഭയുടെ സ്ഥാപനം കണ്ടവൻ, സഭ ദുരുപദേശത്തിലേക്ക് പോകുന്നത് കണ്ടവൻ, ദൈവത്തിന്റെ ദൂത് കൊടുക്കുക തന്റെ മരണത്തിന് മുമ്പ് വിളിക്കുക സഭയിലുള്ള എല്ലാവരെയും, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. ഇതെന്താ ഓർമ്മിപ്പിക്കുന്നതെന്നറിയാമോ? കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവസഭയുടെ മധ്യത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് ലജ്ജിച്ചു പോകുന്ന ഒരു കൂട്ടർ, 2 ധൈര്യത്തോടു കൂടെ നിൽക്കുന്ന ഒരു കൂട്ടർ. ഇതിന്റെ ഗ്രീക്ക് മൂലഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആ ലജ്ജിച്ചു പോവുക എന്നുള്ള വാക്ക് കിങ് ജെയിംസ് വേർഷനിൽ ബി അഷെയിംഡ് എന്ന് എഴുതിയിരിക്കുന്നത്, ചില വേർഷൻസിൽ എഴുതിയിരിക്കുന്നത് ഷ്രിങ്ക് ടു ഷെയിം, ലജ്ജിച്ചു പോവുക, മലയാളത്തിൽ പറഞ്ഞാൽ ചൂളിപ്പോവുക. അതിന്റെ ഗ്രീക്ക് മൂലഭാഷയിലേക്ക് പോയി കഴിഞ്ഞ് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, പബ്ലിക്കലി അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ സഭയുടെ മധ്യത്തിലോ ഏതെങ്കിലും ഒത്തിരി ജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റ് വല്ലതും അടിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ ഊരിപ്പോവുകയാണെന്ന് കരുതിക്ക് വിവസ്ത്രരായി തീരുകയാണെന്ന്. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? വിവസ്ത്രരായി തീർന്ന നമ്മൾ ഒളി സങ്കേതം, ആരും നമ്മുടെ നഗ്നത കാണാതെ വണ്ണം ഓടത്തില്ലേ? നമ്മുടെ ശരീരം തപ്പിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഓടത്തില്ലേ? ആ വാക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂലഭാഷയിൽ ഷ്രിങ്ക് ടു ഷെയിം, ലജ്ജിച്ചു പോവുക. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം. ഒന്ന് ഓർക്കണമേ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. എല്ലാവർക്കും അറിയാം. എന്തിനാണെന്നറിയാമോ ഈ സുവിശേഷം? ലക്ഷോപലക്ഷം കോടാനുകോടി ദൈവത്തെ അറിയാത്ത അന്ധകാരത്തിൽ കഴിയുന്ന ജനം ദൈവസന്നിധിയിലേക്ക് വരുവാൻ, ദൈവരാജ്യത്തിലേക്ക് വരുവാൻ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കലേക്ക് രക്ഷയ്ക്കായി കടന്നു വരുവാൻ തക്കവണ്ണം ലോകത്തിന് സഭയ്ക്കകത്തേക്ക് വരുവാനുള്ള പാതയാണ് സുവിശേഷം. ആക്ച്വലി ഒരു സുവിശേഷമേ ഉള്ളൂ, പക്ഷെ 4 പേർ അത് എഴുതി 4 സുവിശേഷമായി. അതിന് 4 രീതിയിൽ മശീഹയെ കണ്ടുകൊണ്ടാണ് അവർ എഴുതിയത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. 4 സുവിശേഷം കഴിഞ്ഞാൽ പിന്നെ 23 പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു പുസ്തകം ചരിത്രമാണ്, അപ്പോസ്തല പ്രവൃത്തി, സഭയുടെ ചരിത്രം. അടുത്തതൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. അതിന്റെ അർത്ഥം 21 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി. ആ ഓരോ ലേഖനത്തിന്റെയും ക്യാപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. ഗലാത്യയില്, അങ്ങനെ ഓരോ
സഭയുടെയും ഓരോ എപ്പിസോഡ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ ലേഖനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ആ ദേശത്തുള്ള സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം സഭയുടെ കാലഘട്ടം, സഭയുടെ ഉൾപ്രാവണം വരെ ഏതൊക്കെ നാട്ടില്, ഏതൊക്കെ ദേശത്ത്, ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ നൂറ്റാണ്ടുകളിൽ, ഏതൊക്കെ വർഷങ്ങളിൽ നിലനിൽക്കുന്ന സഭകളായാലും അത് സഭാ കാലഘട്ടത്തെ കാണിക്കുന്നു. ആ സഭാ കാലഘട്ടത്തിലുള്ള സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ദൂതാണ്. എന്റെ പോയിന്റ് ഇതാണ്, 21 പുസ്തകങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയപ്പോൾ വെറും 4 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ കോടാനുകോടി നശിച്ചു പോയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എഴുതിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിന്റെ പ്രപ്പോർഷൻ ഒന്ന് ചിന്തിച്ച്. ഒരു വശത്ത് വെറും ഒരു സുവിശേഷം, അന്ധകാരത്തിലിരിക്കുന്ന ലോകം അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവിലേക്ക് വരുവാൻ, എന്നാൽ അകത്തു വന്നവരെ പഠിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത് 21 പുസ്തകം. ഏതിനാ പ്രാധാന്യം? അനേകർ ചിന്തിക്കുന്നത് ഇതിനകത്തേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന. പെന്തിക്കോസ്ത് സഭയുടെ അകത്തേക്കൊന്ന് കയറിക്കഴിഞ്ഞാൽ റെഡീംഡ് ചർച്ചിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടത്തിനകത്തൊന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ല. When you think you are okay, doesn't mean that you are okay at all. What God speaks to you, that is what is going to be counted this night. സഹോദരി, സഭയിലുള്ള പാസ്റ്റർ നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഓവർസിയർ എന്ത് പറയുന്നു? പ്രസിഡന്റ് എന്തോ പറയുന്നു? സെക്രട്ടറി എന്തോ പറയുന്നു? കൂട്ടുദൈവദാസന്മാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. ദൈവം നിന്നെ കുറിച്ച് ഇന്നത്തെ രാത്രി എന്ത് പറയുന്നു? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി കൗണ്ടഡ് ദിസ് നൈറ്റ്. ഇന്ന് രാത്രി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പറയുന്നു, ലജ്ജിച്ചു പോകുന്ന ഒരു കൂട്ടമുണ്ട്, ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവസഭയോട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുകയാണ്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവേശുവിനുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. ഈ പറയുന്ന യോഹന്നാൻ എഴുതിയത് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതാണ്. കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതാണ്. സഭയോട് പറയുകയാണ്, നിങ്ങളിൽ ചിലരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളെ ക്രിസ്തുവിന് മണവാട്ടിയായി ഞാൻ എക്സ്പൗസ് ചെയ്തിരിക്കുന്നു, ഞാൻ എൻഗേജ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവെന്ന അച്ചാരം നിങ്ങളുടെ മേൽത്ത് നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് നിങ്ങളെ എൻഗേജ്ഡ് ആയിരിക്കുന്ന മണവാളന് വേണ്ടി കാത്തിരിക്കണം. അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി എത്ര പവിത്രതയോടെ, ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ തന്റെ കല്യാണ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, അതേ ആഗ്രഹത്തോടെ മറ്റൊരു പുരുഷനെ നോക്കാതെ, മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോകാതെ, മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കാതെ തന്റെ കാന്തന് വേണ്ടി ഏകാഗ്ര ഹൃദയത്തോടെ വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സഭയെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ചില വ്യക്തികളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മറ്റു പുരുഷന്മാർ കയറി. ലോകത്തിന്റെ മാലിന്യം കടന്നു വന്നു. ആ വാക്യം താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ എടുക്കുന്നില്ല. അവിടേക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. ഐ എം റീഡിംഗ് ഫ്രം 2 Corinthians 11:4. 2 കൊരിന്ത്യർ 11 4 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് ആഗ്രഹമുണ്ട് പാപത്തെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. പാപത്തെ എങ്ങനെ ജയിക്കാമെന്നുള്ള ഒരു പ്രസംഗം, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവിനെ എങ്ങനെ ഒരുങ്ങാമെന്നൊരു പ്രസംഗം കേട്ടിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഈ നാളുകളിൽ എത്ര സഹോദരന്മാർ കണ്ണുനീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങൾക്ക് മാനസാന്തരം തരണമേ. നിർജീവ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടുവാൻ, എന്റെ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, ആത്മാവ് ദേഹം ഒരുപോലെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ കൊണ്ടുള്ള ഒരു ദാഹം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഉപവസിക്കുന്ന എത്ര ദൈവമക്കൾ നമ്മുടെ മധ്യത്തിലുണ്ട് സഹോദരങ്ങളെ. 1 തെസ്സലോനിക്കർ 5 അധ്യായം 23 വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം നമ്മെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും ദേഹവും ഒരുപോലെ അശേഷം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് അതിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ശരീരം മാത്രം വിശുദ്ധീകരണം വന്നാൽ പോരാ, വെള്ളവസ്ത്രം മാത്രം നമ്മൾ ധരിച്ചാൽ പോരാ, അകവും വെള്ളയായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം പാടിക്കൊണ്ടിരിക്കുന്ന അതേ നാവ് കൊണ്ട് സഭയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? അത് എവിടെ നിന്നാ വന്നത് സഹോദരങ്ങളെ?
ലൂക്കോസ് സുവിശേഷം 6:45 വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അബദ്ധം പറ്റിപ്പോയെന്ന്. അബദ്ധമാണോ? അല്ല, അത് സ്റ്റോക്കാണ് അകത്ത്. ഒരു മുറിക്കകത്ത് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പാമ്പേ ഉള്ളെന്നല്ല. there can be another one, there could be another one, they are hiding somewhere. ഒരു മുറിക്കകത്തു നിന്ന് ഒരു പാമ്പ് ഇറങ്ങി പോകുന്ന കണ്ടാൽ സഹോദരങ്ങളെ, നമ്മൾ ആരും ഒരു പാമ്പ് പോയല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറത്തില്ല. നമ്മൾ അവിടെ മുഴുവൻ നോക്കും. ചിലപ്പോൾ അതിന്റെ കുഞ്ഞ് കണ്ടെന്നിരിക്കും, അതിന്റെ എണ കണ്ടെന്നിരിക്കും, അല്ലെ വേറെ പാമ്പുകൾ കണ്ടെന്നിരിക്കും. അപ്പോൾ വായിക്കകത്തു നിന്ന് ഒരു വാക്ക് വെളിയിലേക്ക് ചാടിയാൽ ആ ഒരു വാക്ക് മാത്രമല്ല നമ്മുടെ നാവിൽ, നമ്മുടെ ഉള്ളിൽ വേറെ ഒരുപാട് അകത്തുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമായി എടുത്ത് വെളി ചാടിയത്. സഹോദരങ്ങളെ, ഹൗ മെനി ഓഫ് us are taking our spiritual life seriously? നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവദാസിമാരെ നമ്മളിൽ എത്ര പേര് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇന്നത്തെ രാത്രി? ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ആൾക്കാരും കല്യാണാലോചനയ്ക്ക് വേണ്ടി പോകുമ്പോൾ എങ്ങനെയുള്ള മക്കളെയാ? ഇപ്പം എനിക്ക് 2 ആൺമക്കളാ ഉള്ളത്. അപ്പൊ എന്റെ മോന് വേണ്ടി ഒരു കല്യാണാലോചനയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും എന്റെ മോന് വേണ്ടി ഞാൻ അന്വേഷിക്കുന്നത്? ഈ ലോകത്തിൽ ഞാൻ ഇവിടെ ഇംഗ്ലണ്ടിലാണ് ഇവിടെ UK താമസിക്കുന്നത്. ഒത്തിരി പെൺകുട്ടികൾ പോകുന്ന വഴികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പബ്ബിലൊക്കെ പോയി കഴിഞ്ഞ് മറ്റുള്ളവരോട് കറങ്ങി നടക്കുന്ന, മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കുമോ ഞാൻ എൻ്റെ മകന് വേണ്ടി കരുതുന്നത്? അതോ ദൈവഭയത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, ദൈവസഭയ്ക്കകത്ത് കീഴ്പ്പെടുന്ന, ദൈവദാസിദാസന്മാരെ ബഹുമാനിക്കുന്ന, എൻ്റെ മകന് യോജിച്ച, എൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കുന്ന, അവനോട് ചേർന്ന് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ഞാൻ അവനു വേണ്ടി നോക്കുന്നത്? കേവലം വെറും മനുഷ്യനായ എനിക്ക് ജ്ഞാനത്തിൽ കുറവുള്ള, പരിജ്ഞാനത്തിൽ കുറവുള്ള, പല കാര്യങ്ങളിൽ ലിമിറ്റഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യനായ ഞാൻ ഇത്രമാത്രം ബുദ്ധിയോടെ എൻ്റെ മകന് വേണ്ടി ഒരു വധുവിനെ അന്വേഷിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് തന്റെ ഏകജാതനായ പുത്രന് വേണ്ടി ഒരുക്കുന്ന കാന്ത എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേ. സഹോദരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ലോകത്തിന്റെ പിന്നാലെ നടന്ന്, പാപത്തിന്റെ പിന്നാലെ നടന്ന്, പാപത്തിന്റെ അവസാനത്തെ മട്ടും വലിച്ചു കുടിച്ച്, ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടന്ന്, ലോകത്തിൽ സാമ്രാജ്യം ഉണ്ടാക്കുവാൻ നടന്ന്, ലോകത്തിലെ ആർഭാടങ്ങളിൽ സുഖിച്ച് പുളച്ച് അങ്ങനെ നടക്കുന്ന ദൈവമക്കളെന്നും ദൈവദാസീദാസന്മാരെന്നും പറഞ്ഞ ഒരു കാന്തയാണോ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന് വേണ്ടി ഒരുക്കുന്നത്? അതോ തന്റെ പുത്രൻ നടന്നുപോയ ക്രൂശിന്റെ പാതയിലൂടെ നടന്ന് പാപത്തിനെതിരെ പോരാടി ലോകത്തിന്റെ വഴിയിൽ നിന്ന് മാറി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കന്യകയാണോ അവര് വേണ്ടത്? കർത്താവിന്റെ ജീവിതത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് സഹോദരങ്ങളെ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട്, all through the centuries up until now, you look around into the common corners of the world. ലോകത്തിലെ ഓരോ മുക്കിനും മൂലയിലേക്കും നോക്കിക്കേ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ദൈവ ഭക്തന്മാരെ, ഭക്തകളെ ഒന്ന് നോക്കിക്കേ. അവരുടെ ജീവിത ചര്യകൾ എന്തായിരുന്നു? അവരുടെ ജീവിത രീതി എന്തായിരുന്നു? They all were carrying cross. അവർ ക്രൂശിന്റെ വഴിയിലൂടെയാണ് നടന്നത്. അവർ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അവർ ഒറ്റപ്പെട്ടു. ചിലർക്ക് തങ്ങളുടെ ജീവനെ കൊടുക്കേണ്ടി വന്നു, ചിലർക്ക് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു. എല്ലാം അവർ വിടക്കം നേടി. എന്തിന്? നിത്യമായി നിലനിൽക്കുന്ന സ്വത്തിന് വേണ്ടി. എന്നാൽ ഇന്ന് ചുറ്റുപാടും ഒന്ന് നോക്ക്, എന്താ കാണുന്നത്? വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഒരു ദാസനും 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതാ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില്. അവൻ ഒരുവനെ സ്നേഹിച്ച് മറ്റവനെ വെറുക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. എന്നാൽ ഇന്ന് അനേക ദൈവദാസന്മാരെ നോക്ക്, അവർ 2 യജമാനന്മാരെ ഒരുപോലെ സേവിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ നോക്ക്, 2 യജമാന്മാരെ അവർ ഒരുപോലെ സേവിച്ച് കാണിച്ചിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ നിനക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് സേവിക്കാൻ പറ്റുമെന്ന്. Where are you going to end, my brother, my sister? എവിടെയാ നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നത്? കർത്താവിനെ മുഖാമുഖം കാണുന്ന നാളുണ്ട്, കണക്കുകൾ തീർക്കേണ്ട നാള്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, he will bring into light everything in the darkness. ഒളിഞ്ഞിരിക്കുന്ന സകലത്തെയും അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നാളുണ്ട്. എക്ലേസിയാസ്റ്റിക് 12:14 സഭാപ്രസംഗി 12:14 പറയുന്നുണ്ട്, അവൻ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ഒരു നാളുണ്ട്. നാം രഹസ്യത്തിൽ വെച്ചിരുന്നത്, നമ്മുടെ ചിന്തകളിൽ ഇരുന്ന രഹസ്യങ്ങൾ, നമ്മുടെ രഹസ്യ ജീവിതത്തെ മുഴുവനും കർത്താവ് വെളിയിലേക്ക് കൊണ്ടുവരുന്നിടത്ത് വെച്ച് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ആദ്യം കേട്ട വചനം പോലെ നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതായിട്ട് വരും ദൈവസന്നിധിയിൽ. ലോകം മുഴുവനും അത് കാണും. സ്വന്തം സഭയിലിരിക്കുന്നവർ കാണും, ഭാര്യ കാണും, അത് മക്കള് കാണും, അത് ഭർത്താവ് കാണും.
ഇവിടെ ഇരിക്കുന്നവരാരും പറയരുത് ഇതൊന്നും അല്ല തിയോളജി എന്ന്. സഹോദര സഹോദരി, തിയോളജി പ്രസംഗിക്കുവാൻ തക്കവണ്ണമുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. തിയോളജി ഞാൻ പഠിച്ചത് തിയോളജിയിൽ PhD എടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല. തിയോളജി പഠിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഇതിനെതിരെ നിൽക്കുന്ന ചിലരുണ്ട്, അവരോട് ഉത്തരം പറയുവാൻ തക്കവണ്ണമാണ് ഞാൻ പഠിച്ചത്. അത് ഈ അടുത്ത സമയങ്ങളിലാണ് പഠിച്ചത്. ഇത്രയും കാലം കർത്താവ് എനിക്ക് തന്നിരുന്നത് കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് വാങ്ങിയവനാ ഞാൻ. പാപപങ്കലമായ ജീവിതത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. നിങ്ങൾ ആരും ചെയ്യാത്ത പാപങ്ങൾ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. 33-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 33-ാമത്തെ വയസ്സിൽ അറ്റ് ദി ഏജ് ഓഫ് 33 I was born again. 33 വയസ്സ് വരെ ഞാൻ ജീവിച്ച വഴികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാപത്തിന്റെ എല്ലാ വഴികളിലും പോയ മനുഷ്യനാണ് ഞാൻ. ആ പാപപങ്കലമായ ജീവിതത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി. പിന്നെയും എന്റെ ജീവിതം കോംപ്രമൈസ്ഡ് ലൈഫായിരുന്നു. കാരണം എന്റെ ചുറ്റും മാതൃകയോടുകൂടി ഞാൻ നോക്കിയ വ്യക്തികളൊക്കെ കോംപ്രമൈസ്ഡ് ലൈഫ് ആയതുകൊണ്ട് ഞാനും അവരുടെ പാത പിന്തുടർന്നു. എന്നാൽ ഒരു നാളിൽ കർത്താവ് എന്നോട് പറഞ്ഞു, 50-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ നിന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു. ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളുക, ഞാൻ നിന്നെ പിച്ച് ചീന്തിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. Behold, those who forsake God, listen to, behold me, I will tear you like anything, none will come and deliver you. കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് നിലവിളിച്ചു സഹോദരങ്ങളെ, കണ്ണുനീരോടെ നിലവിളിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലിൽ കമന്നു കടന്ന് നിലവിളിച്ച് എന്റെ പാപജീവിതത്തെ ഓർത്ത് ദൈവവചനത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. കാരാഗൃഹത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, സമാധാനിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒന്നും എന്റെ ഹൃദയത്തിൽ എനിക്കത് അഭിനയിക്കാൻ പറ്റും. സൺഡേയിൽ വരുമ്പോൾ കൈയടിച്ചു പാടാൻ പറ്റും, വലിയ പ്രസംഗങ്ങൾ നടത്താൻ പറ്റും. ഡീപ് ഇൻസൈഡ് മൈ ഹാർട്ട് ഐ ആം എംപ്റ്റി, ഐ ആം ഹോളോ. അകത്ത് ഞാൻ ശൂന്യനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് എന്നെ നിറച്ചു, കർത്താവിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആത്മശക്തി എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തുവാൻ കൊണ്ട് എന്നെ ശക്തീകരിച്ചു. സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി ഈ മെസ്സേജ് കേൾക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിന്റെ സ്നേഹിതനായി നമ്മൾ നടന്നു കഴിഞ്ഞാൽ, ഈ ലോക ജീവിതമാണ് വലുതെന്ന് കഴിഞ്ഞ് നമ്മൾ നടന്നാൽ, നമ്മൾ ചെയ്യുന്നതോ നമ്മൾ കാണിക്കുന്നതോ ആരും അറിയുന്നില്ല, ഞാൻ പിടിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആകാതിരിക്കുന്നില്ല. ഒരാളെ കള്ളനെന്ന് മുദ്ര കുത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ആള് പിടിക്കപ്പെടുമ്പോഴാ, അല്ലേ? പിടിച്ചില്ലെങ്കിൽ ആ ആള് കള്ളനല്ല ഒരിക്കലും. ലോകത്തിന്റെ ദൃഷ്ടിയിലും ആ ആള് കള്ളനല്ല. ഒരു കള്ളൻ എന്നൊരാളെ വിളിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആള് പിടിക്കപ്പെട്ട് കഴിഞ്ഞാ. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലോ ആ വ്യക്തി ഒരിക്കലും കള്ളനാവുമായിരുന്നില്ല. നമ്മൾ പലരും പിടിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ് മുന്നോട്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു പിടി നമ്മുടെ ജീവിതത്തിൽ വീഴുന്നതിന് മുമ്പേ, നമ്മളെ കർത്താവ് എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പേ, അവിടുത്തെ പാദപീഠത്തിൽ വീണ് നിലവിളിക്ക്, കർത്താവെ, അങ്ങനോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നറിയില്ല. 3.5 വർഷക്കാലം കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയുമെന്ന്. പത്രോസ് പറഞ്ഞില്ല, ഇവരെല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറത്തില്ലെന്ന് കർത്താവിനോട് പത്രോസ് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, കോഴി കൂകുന്നതിന് മുമ്പ് പത്രോസ് തള്ളിപ്പറഞ്ഞല്ലേ. ശിഷ്യന്മാരെല്ലാവരും അങ്ങനെ പറഞ്ഞെന്നാ 26-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, എന്തുവാ, ഞങ്ങൾ നിന്നെ വിട്ട് ഓടത്തില്ലെന്ന്. പക്ഷേ അന്ന് നേരം പുലരുന്നതിന് മുമ്പ് എല്ലാവരും കർത്താവിനെ വിട്ട് ഗെത്സമന തോട്ടത്തിൽ നിന്ന് ഓടുന്നത് കണ്ടു. കർത്താവിന്റെ കൂടെ ആരും നിന്നില്ല. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാരും, when the test came, all of them fled away, they ran away. അവരെല്ലാവരും ഓടിപ്പോയി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ നിലനിൽക്കുമോ? നിലനിൽക്കണമെങ്കിൽ ഈ ലോകം കണ്ടിട്ടില്ലാത്ത ചിലത് ഞാൻ കാണണം, ഞാൻ കേൾക്കണം, ഞാൻ കർത്താവിനെ അറിയണം. 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാരെ നോക്കിക്കേ. അവരുടെ ജീവിതം ഹോമിക്കേണ്ടി വന്നിട്ടും, അവരുടെ കുടുംബങ്ങൾ ഹോമിക്കേണ്ടി വന്നിട്ടും, തിളച്ച എണ്ണയിലേക്ക് അവർ എറിയപ്പെട്ടിട്ടും, സിംഹത്തിന്റെ കുഴിയിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടിട്ടും അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. കാരണം എന്താ? പരീക്ഷ കടന്നു വന്നിട്ട് നിൽക്കുവാനുള്ള ശക്തി അവരിൽ ഉണ്ടായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ? പരീക്ഷ പോണ്ട, പാപത്തിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഫോണിന്റെ മുമ്പിൽ ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഫോണിലൂടെ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്, എന്തൊക്കെയാ കേൾക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്ന് എന്തൊക്കെയാ നമ്മൾ വാച്ച് ചെയ്യുന്നത്?
ഒരു ഫോണിന്റെ മുമ്പിൽ പോലും നിൽക്കുവാനുള്ള ശക്തി ദൈവമക്കൾ എന്ന് പറയുന്നവർക്കില്ല. അരുതാത്ത ഒരു മെസ്സേജ്, അരുതാത്ത ഒരു വീഡിയോ ആരെങ്കിലും ഒരാൾ അയച്ചു തന്നാൽ ഇത് ഞാൻ കാണുന്നില്ലെന്ന് പറയുവാനുള്ള ധൈര്യം പോലും, അതിനുള്ള വിൽ പവർ പോലും വിശ്വാസികൾക്കില്ല. പിന്നെ എവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നീ പ്രാപിച്ചു? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സകല നുകത്തെയും തകർക്കുന്ന അഭിഷേകമാണ്. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ജഡത്തിന്റെ ഇച്ഛയെ ജയിക്കുവാൻ തക്കവണ്ണം സ്വർഗം തന്ന ആത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാഭിഷേകം. അനേകർ പറയുന്നു അഭിഷേകം പ്രാപിച്ചുവെന്ന്, അനേകർ പറയുന്നു അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്നുവെന്ന്. ഇതേ അന്യഭാഷ പറഞ്ഞ സഹോദരി സഹോദരന്മാരുടെ ജീവിതം അവരുടെ കുടുംബങ്ങളിലേക്ക് പോയി ഒന്ന് നോക്കിയാൽ മതി, അവർക്ക് അഭിഷേകം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പലപ്പോഴും ഭാര്യ സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഭർത്താവ് തിരിഞ്ഞു നോക്കുക, ഇതെന്റെ ഭാര്യ തന്നെയാണോ ഈ പ്രാർത്ഥിക്കുന്നത്? സഹോദരന്മാരിൽ നിന്ന് സങ്കീർത്തന ധ്യാനമൊക്കെ നടത്തുമ്പോൾ ഭാര്യ എവിടെ കുനിഞ്ഞിരുന്നുകൊണ്ട് നോക്കുക, ഇതെന്റെ ഭർത്താവ് തന്നെയാണോ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് സങ്കീർത്തന ധ്യാനവും പ്രസംഗവും ഒക്കെ നടത്തുന്നത്? ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളിരുന്ന് കൺഫ്യൂസ്ഡ് ആകുക. പപ്പായും മമ്മിയും ചർച്ചിൽ വരുമ്പോൾ ഒരാള്, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ വേറെയാണല്ലോ. സഹോദര സഹോദരി, യു നീഡ് ടു ബി ബോൺ അഗെയിൻ. നമ്മളെ കുറിച്ച് തന്നെയാണോ നാം ഈ കേൾക്കുന്നത്? ഇന്ന് കർത്താവ് വന്നാൽ, ഇപ്പൊ കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ ദൈവമക്കളെ? പറഞ്ഞു എന്നോട്. അനേക വർഷങ്ങൾ എന്നെ ചലിപ്പിച്ച ചോദ്യമായത്. ഒരിക്കൽ എന്നോട് കർത്താവ് പറഞ്ഞു ചില വർഷങ്ങൾക്ക് മുമ്പ്, ഈ ലോകത്തിലുള്ള ആരെ ഞാൻ കൊണ്ടുപോയാലും നിന്നെ ഞാൻ കൊണ്ടുപോകില്ലെന്ന്. അന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് അന്നത്തെ കരച്ചിൽ ഇന്നും മറയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഈ ലോകത്തിൽ എനിക്കൊന്നും വേണ്ട കർത്താവേ. എൻ്റെ ക്വാളിഫിക്കേഷൻസ്, എൻ്റെ പ്രൊഫഷൻസ്, എൻ്റെ ജോലി, എൻ്റെ ജീവിതം, ഇതൊന്നും വേണ്ട. നിങ്ങൾക്കറിയാമോ, പൂർണ്ണ സമയം ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ആഴ്ചയിൽ 5 ദിവസവും ജോലി ചെയ്യുന്നയാളാ, 4.5 ദിവസം ജോലി ചെയ്യുന്നയാളാ ഞാൻ. കർത്താവിന്റെ ശുശ്രൂഷയും ഫുൾ ടൈം ചെയ്യുന്നയാളാ ഞാൻ. അനേക സഭകളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നയാളാ ഞാൻ. ഓൺലൈനിൽ തന്നെ പല മീറ്റിങ്ങുകളുണ്ട്. അതിൻ്റെ കൂടെ ഒരു PhD ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് എന്നോട് കർത്താവ് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ആരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയാലും നിന്നെ ഞാൻ കൊണ്ടുപോകില്ലെന്ന് കർത്താവിനോട് പറഞ്ഞു. കാരണം എന്നിൽ രഹസ്യ പാപങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ചിന്തകളിൽ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ സ്വകാര്യതയിൽ, എൻ്റെ ചിന്തകളിൽ പാപമുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 9:27 പൗലോസ് ഇതേപോലൊരു വാക്യം പറയുന്നുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് സഹോദരങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൊണ്ടോന്ന്. 1 കൊരിന്ത്യർ 9:20 ശ്രേഷ്ഠനായ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസിന് പോലും ആ ഭയമുണ്ടായിരുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഒരു പക്ഷെ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നാലോ. ഒരിക്കലും ഒരു പാപിക്ക് സ്വർഗത്തിൽ ചെല്ലുവാൻ പറ്റില്ല. പാപത്തിൽ വീഴുന്നവനല്ല പാപി, പാപത്തിൽ ജീവിക്കുന്നവനാണ് പാപി. നമുക്കറിയാം, നാട്ടിൽ ആട്ടിൻകുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ആട്ടിൻകുട്ടികൾ ചള്ളവെള്ളത്തിൽ വീഴുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെ പൂച്ചക്കുട്ടി, പൂച്ച ചള്ളവെള്ളത്തിൽ ചളിവെള്ളത്തിൽ വീഴുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആട്ടിൻകുട്ടി ചെളിവെള്ളത്തിൽ വീഴാനല്ല പോകുന്നത്, ഓടിച്ചാടി നടക്കുന്ന കൂട്ടത്തിൽ അത് ചെളിവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് അതിന് കരച്ചില്ല. അത് എഴുന്നേറ്റ് ഏതെങ്കിലും മരത്തിന്റെ അവിടെയൊക്കെ പോയി അതിട്ട് ഉരയ്ക്കും ഇങ്ങനെ. എന്നിട്ട് ഇടയ്ക്ക് പിന്നെ തിരിഞ്ഞ് ശരീരത്തേക്ക് നോക്കും, പിന്നെ ഉരയ്ക്കും. അതിന്റെ ഫർ ഉണ്ടല്ലോ, അതിന്റെ ആ രോമം പറഞ്ഞു പോയി രക്തം വരുന്നത് വരെ ഉരയ്ക്കും. എന്തിനെന്ന് പറഞ്ഞാൽ അതിന് തൃപ്തിയില്ല, എന്റെ ദേഹത്ത് ചെളി പിടിച്ചു. നിങ്ങൾ ആട്ടിൻകുട്ടിയോട് ചോദിക്കുക, ആട്ടിൻകുട്ടി നീ എന്തിനാ ഈ കരയുന്നേ? ആട്ടിൻകുട്ടി പറയും, ഹൗ ഇൻ ദ വേൾഡ് ഐ ഹാവ് കം ദിസ് വേ. ഈ ലോകം എനിക്ക് എങ്ങനെ തോന്നി ഈ വഴി കൂടെ ഓടി വരാന്? ഇവിടെ വെള്ളമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ചെളിവെള്ളമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. അതിനോട് ചോദിച്ചു, ആട്ടിൻകുട്ടി നീ ഇതിലേക്കൂടെ വരുമോ? ആട്ടിൻകുട്ടി പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇതിലൂടെ വരത്തില്ല. എന്നാൽ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്ത് ഒരു പന്നിക്കുട്ടിയാണ് വന്നതെന്നൊന്ന് കരുതിക്കേ. പന്നിക്കുട്ടി വന്ന് ഈ ചെളിവെള്ളത്തിൽ ചാടിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ. എന്തോ ഒരു രസമാ അല്ലേ? കൈയും കാലും ഇട്ട് അടിച്ച് ഹുറേ ഹുറേ പറഞ്ഞ് വിളിക്കും, ഭയങ്കരമായിട്ട് കൂട്ടുകാരെ എല്ലാം വിളിക്കും, ഓടിവാ ഇവിടെ, വി വിൽ ബി പാർട്ടിങ് ഓവർ ഹിയർ. നമ്മൾ ഇവിടെ ഒരു പാർട്ടി നടത്താമെന്ന് പറയല്ലേ.
പന്നിക്കുട്ടിയോട് ചോദിച്ചാൽ നീ എന്തിനാ ഈ കിടന്ന് സന്തോഷിച്ച് ബഹളം വെക്കുന്ന അവനോട് പറയാ. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇത്രയും കാലം ഇങ്ങനൊരു കുഴി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഉണ്ടായിരുന്നത് നേരത്തെ ഞാൻ വന്നേനെമായിരുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെയിന്റ് ആൻഡ് എ സിന്നർ. ഇതാ ഒരു വിശുദ്ധനും പാപിയും തമ്മിലുള്ള വ്യത്യാസം. വിശുദ്ധൻ പാപത്തിൽ വീഴത്തില്ലെന്നല്ല, വിശുദ്ധ പാപത്തിൽ വീഴത്തില്ലെന്നല്ല. ജീവിതത്തിന്റെ നാളുകളിൽ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ ജഡത്തിൽ കീഴ്പ്പെട്ട് ഒരു പക്ഷേ കാല് തെറ്റി വീണു പോയേക്കാം. പക്ഷേ വീണാൽ എഴുന്നേറ്റ് നിലവിളിക്കും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. കർത്താവേ, ഞാൻ എങ്ങനെ വീണുപോയല്ലോ, അവിടുത്തെ രക്തത്തിൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഞാൻ പിന്നെയും വീണുപോയല്ലോ. കർത്താവേ, വീഴാതിരിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. നോട്ടത്തിൽ ഞാൻ തെറ്റിപ്പോകുന്നല്ലോ കർത്താവേ, ചിന്തകളിൽ ഞാൻ തെറ്റിപ്പോകുന്നല്ലോ കർത്താവേ. പാപത്തിൽ വീഴുന്നവനല്ല പാപി. വീണിട്ട് നീ നിലവിളിക്കുന്നെങ്കിൽ, വീഴാതിരിപ്പാൻ തക്കവണ്ണം ദൈവകൃപയ്ക്ക് യാചിക്കുന്നുവെങ്കിൽ, വീഴുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും അടച്ച് അതിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്നെങ്കിൽ നീ പാപിയല്ല, നീ വിശുദ്ധനാ. എന്നാൽ വീണ പാപത്തിൽ വീണ്ടും കിടക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ആരും കാണാതെ വീണ്ടും അത് കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രഹസ്യമായി അത് വയ്ക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യു ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ വേഴ്സ്റ്റ് സിന്നർ. യു ആർ ഡാമേജിങ് ദ പ്യൂരിറ്റി ഓഫ് ദി ചർച്ച്. നീ വിശുദ്ധനല്ല. പെന്തിക്കോസ്ത് സഭയുടെ മധ്യത്തിൽ സെക്രട്ടറി ആയിരുന്നാലും ശരി, അവിടുത്തെ പാസ്റ്റർ ആയിരുന്നാലും ശരി, നീ വിശുദ്ധനല്ല, നീ പാപിയാണ്, നീ ദൈവസഭയെ നശിപ്പിക്കുകയാണ്. നിങ്ങൾ ആരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. This is what the Lord is putting in my heart to speak to you. Probably on the YouTube someone else will hear it. ഒരുപക്ഷെ യൂട്യൂബിൽ മറ്റാരെങ്കിലും കേട്ടേക്കാം. അഥവാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, സഹോദര സഹോദരി, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. കർത്താവ് നിനക്ക് അവസരം തരികയാ. അനേകർ ചിന്തിക്കും, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നല്ലേ? ശരിയാ. യേശുവിന്റെ രക്തമേ, പാപത്തിൽ വീണ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് യേശുവിന്റെ രക്തം കഴുകണമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തം കഴുകും, ഒരു സംശയവുമില്ല. അതായത് കൈ കൊണ്ടുവന്ന് ചെളിക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ടാപ്പിന്റെ മുമ്പിൽ കൈ തുറന്ന് കഴുകുന്നതിന്റെ കൂട്ട്. എത്ര പ്രാവശ്യം വേണേലും കൈ കഴുകാമല്ലോ, വെള്ളം പോകുന്നല്ലേ ഉള്ളൂ. അത്ര ലാഘവത്തോടാണ് അനേകർ യേശുവിന്റെ രക്തത്തെ കാണുന്നത്. സോപ്പ് വെള്ളത്തിന്റെ കൂട്ടാണ്. എന്ത് ചെയ്തിട്ടു? യേശുവിന്റെ രക്തം പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ബോട്ടിൽ സോപ്പ് വെള്ളത്തിന് 10,000 രൂപയാണെന്ന് കരുതിക്കേ. ഒരു ബോട്ടിൽ സോപ്പിന് 10,000 രൂപയാണെന്ന് കരുതിക്കേ. നിങ്ങൾ എത്ര പ്രാവശ്യം സോപ്പിട്ട് കൈ കഴുകും? എന്നോടൊന്ന് പറഞ്ഞ്. പിള്ളേരാരെങ്കിലും ആ സോപ്പിന്റെ ഇത് എടുക്കാൻ വരുമ്പോൾ അവരോട് പറയും, ഇത് 10,000 രൂപയാ ഒരു ബോട്ടിലിന്, അതുകൊണ്ട് മോനെ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ കയ്യിൽ അഴുക്കാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്തിനാ? ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും 10,000-ന്റെ. അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ വില കുറച്ച് കാണുന്നത് കൊണ്ടല്ലേ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തിട്ട് പിന്നെയും രക്തമേ കഴുകണമെന്ന് പറയുന്നത്? സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. അനേക ഇടങ്ങളിൽ വീണ് തോറ്റുപോയവനാ ഞാൻ. എന്റെ കർത്താവ് തോൽവിയിൽ നിന്ന് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന്റെ പരിമിതി കാരണം അനേക കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. സഹോദരി പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഏതാണ്ട് 500ഓളം മെസ്സേജുകൾ എൻ്റെതുണ്ട്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്സ് നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. റെഞ്ചി ജോർജ്, പാസ്റ്റർ റെഞ്ചി ജോർജ് എന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചാൽ മതി. ആ മെസ്സേജുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ തോൽവിയിൽ ദൈവം എന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ്. ഓവർകമ്മിങ് ലൈഫ്, എങ്ങനെ പാപത്തെ ജയിക്കാം, എങ്ങനെ നിരാശയെ ജയിക്കാം, എങ്ങനെ ഭയത്തെ ജയിക്കാം, എങ്ങനെ അപകർഷതാബോധത്തെ ജയിക്കാം, എങ്ങനെ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ പറ്റും പ്രാക്ടിക്കൽ വേയിൽ. കർത്താവിന്റെ സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇന്ന് ഐ ആം വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മെൻ ലിവിംഗ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സ്വസ്ഥതയുള്ള ചില മനുഷ്യരിൽ ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ട്. അതിൻ്റെ അർത്ഥം പുറത്തെനിക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ ഒരു പ്രശ്നങ്ങളും എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരില്ല. കർത്താവ് പറഞ്ഞ സ്വസ്ഥത എൻ്റെ ഹൃദയത്തിലുണ്ട്. സഹോദര സഹോദരി, ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഞാനിവിടെ വായിച്ച വചനത്തിലേക്ക് വീണ്ടും ഒന്ന് വരട്ടെ. ഇനിയും കുഞ്ഞുങ്ങളെ, സമയം മുന്നോട്ട് പോവുകയാണല്ലോ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സഹോദരി പറഞ്ഞ സമയം 40 മിനിറ്റ്സ് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. അടുത്ത 5 മിനിറ്റിൽ ഞാൻ പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. അബൈഡ് ഇൻ ഹിം. അവനിൽ വസിക്കുവിൻ.
That is the message tonight. ഇന്നത്തെ രാത്രിയിലെ മെസ്സേജ് അതാണ്. അവനിൽ വസിക്കുവിൻ. 24 മണിക്കൂറും 7 ദിവസവും, ആഴ്ചയിൽ 7 ദിവസം, 24 മണിക്കൂർ ഒരു ദിവസം, 24/7. നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ അവനിൽ തന്നെയാണോ വസിക്കുന്നത്? അവനിൽ തന്നെയാണോ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഞ്ച് ആ മരത്തോട് ചേർന്ന് വസിച്ചില്ലെങ്കിൽ ആ ബ്രാഞ്ചിന് ജീവനില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നല്ലൊരു ഇല്ലുസ്ട്രേഷനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഉപമയായിട്ടാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ 15-ന്റെ യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 1, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 4-ാമത്തെ വാക്യം, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഈ ലോകത്ത് പലതും ചെയ്യാൻ പറ്റും കർത്താവിനെ കൂടാതെ, പക്ഷേ നിത്യതയിൽ വിലയുള്ളത് ഒന്നും നേടുവാൻ തക്കോണം ഈ ഭൂമി വെച്ച് നമുക്ക് കഴിയത്തില്ല. ഈ ഭൂമിയിൽ നേടിയതൊക്കെ മരണത്തോടുകൂടി ഇവിടെ ഇട്ടിട്ട് പോകും. നിത്യതയിലേക്ക് എംപ്റ്റി ഹാൻഡുമായിട്ട് നമുക്ക് പോകേണ്ടി വരും. സഹോദര സഹോദരി, ഈ ലോകത്ത് കർത്താവ് തന്നിരിക്കുന്ന ക്ഷണികമായ ജീവിതം തീരുന്നതിന് മുമ്പേ നിത്യതയിൽ നിലനിൽക്കുന്ന ഇറ്റേണൽ വാല്യൂസ് ഉള്ള, നിത്യതയിൽ വിലയുള്ള ചിലത് നേടി കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. അനേകർ ശ്രേഷ്ഠവേറിയ സാക്ഷ്യങ്ങൾ സ്വർഗത്തിൽ പറയുമ്പോൾ നിനക്ക് എന്ത് പറയാൻ കാണും സാക്ഷ്യം? എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത് എപ്പോഴും. അനേക ദൈവമക്കൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് കർത്താവിന് വേണ്ടി സഹിച്ച പീഡനങ്ങൾ, പങ്കപ്പാടുകൾ, നഷ്ടങ്ങൾ, അവരൊക്കെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, ഈ ലോകത്തിൽ സുഖിച്ച് പുളച്ച് ജീവിച്ച നീയും ഞാനും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ഭക്തന്മാരുടെ മുമ്പിൽ എന്ത് സാക്ഷ്യം പറയും? സ്വർഗത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ പുറകിൽ നീ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുവാൻ ഒരു വ്യക്തിയെങ്കിലും നിൽക്കുന്നത് കാണാൻ പറ്റുമോ? 60, 80, 100 വയസ്സ് വരെ ജീവിപ്പാൻ ദൈവം അവസരം തന്നിട്ടും, നല്ല കാഴ്ചയുള്ള കണ്ണുകൾ തന്നു, നടക്കുവാൻ ചലനശേഷിയുള്ള കാലുകൾ തന്നു, കൈകൾ തന്നു, സംസാരിക്കാൻ വായ് തന്നു, എല്ലാം അനുകൂലമാക്കി തന്നിട്ടും ഒരൊറ്റ ആത്മാവിനെയെങ്കിലും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടുവാൻ നിനക്ക് കഴിഞ്ഞോ? നിനക്ക് ലഭിക്കുന്ന സമയം ഫേസ്ബുക്കും യൂട്യൂബും സ്നാപ്ചാറ്റും ഇൻസ്റ്റഗ്രാമും, സോ മെനി തിങ്സ്, ഐ ഡോണ്ട് നോ വാട്ട് ഓൾ ആർ ദേ. നമുക്കതിനെല്ലാം സമയമുണ്ട്. എന്നാൽ കുടുംബത്തിന്റെ കൂടെ 10 മിനിറ്റ് ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. കുഞ്ഞുങ്ങളുടെ കൂടെ 10 മിനിറ്റ് ഇരിക്കാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇവിടെ പറയുന്നു, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. എന്താ എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു മരവും അതിന്റെ ബ്രാഞ്ചും പോലെ. ഒരു ശാഖയോടൊന്ന് നോക്കിയേ. 35 വർഷം പ്രായമുള്ള പ്ലാവാണെന്ന് പറഞ്ഞാലും മാവാണെന്ന് പറഞ്ഞാലും അതിന്റെ കൊമ്പുകൾ എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളാ എന്ന് പറഞ്ഞാലും ആ കൊമ്പിനോടൊന്ന് ചോദിച്ചേ, നീ ഫലമൊക്കെ എങ്ങനെ പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കൊമ്പ് പറയും, ഞാൻ ഈ മരത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്റെ ഗുണമൊന്നുമല്ല, ഈ മരത്തിൽ നിൽക്കുമ്പോൾ ആ മരത്തിന്റെ ആ സാപ്പ് ഉണ്ടല്ലോ, അതിന് പറഞ്ഞ് സാപ്പ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കറയുണ്ടല്ലോ മരത്തിൽ നിന്ന് അതിന്റെ ശാഖയിലോട്ട് പോകുന്നത്, അതതിന്റെ ജീവനാ, അതാ നിലനിർത്തുന്നത്. ഒരു നിമിഷം ഈ ശാഖയെ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് അന്നേരമേ ഉണങ്ങും. 35 വർഷം ഇതിൽ നിന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ മരത്തോട് ബന്ധപ്പെട്ട് എത്ര നാൾ അത് നിൽക്കുന്നു അത്ര നാൾ വരെ അതിന് ജീവനുള്ളൂ. യേശുവിൽ, കർത്താവിൽ എത്ര നാൾ നമ്മൾ വസിക്കുന്നുവോ അതുവരെ മാത്രമേ നമുക്ക് നിത്യജീവൻ, ആത്മീയ ജീവനുള്ളൂ. എന്ന് കർത്താവിൽ നമ്മൾ മാറുന്നുവോ അതോടുകൂടി നമ്മുടെ ജീവിതം തീരും. ഇത്രയും നാൾ കർത്താവ് എത്ര നമ്മളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഒരിക്കലും ചിന്തിക്കരുതേ സഹോദര സഹോദരി, ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി, ഇത്ര സഭ പണിതു, ഇത്ര പ്രസംഗങ്ങൾ നടത്തി, ഇതൊന്നും കർത്താവിന്റെ മുമ്പിൽ ഒന്നുമില്ല. ദൈവവചനം എഴുതുവാൻ പോലും ശലോമോനെ ദൈവം ഉപയോഗിച്ചു. ശലോമോൻ ഇപ്പൊ എവിടെയാ? നിങ്ങളൊന്ന് പറയാമോ? യൂട്യൂബിൽ എന്റെ മെസ്സേജുകളുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. 3.5 വർഷക്കാലം യൂദാസിനെ കൂടെ കൊണ്ടു നടന്ന അപ്പോസ്തലനായിട്ട് യൂദാസ് എവിടെ പോയി? പറഞ്ഞേ. ഇത്രയും നാളും പ്രസംഗിച്ചെന്നോ സഭ പണിതെന്നോ ഒരു വിഷയവുമില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ സഹോദരങ്ങളൊന്ന് വായിച്ചു നോക്കണം ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ചെയ്ത് പ്രവചിച്ചവരുടെയൊക്കെ അവസാനം, അവരിൽ ചിലരുടെയൊക്കെ അവസാനം എങ്ങനെയായിരുന്നു നമ്മുടെ വാക്യം എഴുതിയിട്ടുണ്ട്. എത്ര വിശന്നിരുന്നാലും കുഷ്ഠരോഗമുള്ള കുഷ്ഠരോഗിയുടെ കൈ കൊണ്ട് ഒരു ആപ്പിൾ തന്നോ നമ്മളാരും വാങ്ങിച്ച് കഴിക്കത്തില്ല. കാരണം ആപ്പിളിന്റെ കുഴപ്പമല്ല, അത് പിടിച്ചിരിക്കുന്ന കയ്യിൽ കുഷ്ഠമുണ്ട്.
ഹൃദയത്തിനകത്ത് പാപമെന്ന കുഷ്ഠം വെച്ചുകൊണ്ട് എത്ര മധുരമായി പാടിയാലും, ആരാധന ലീഡ് ചെയ്താലും, പ്രസംഗിച്ചാലും, ഉപവസിച്ചാലും സ്വർഗത്തിലെ ദൈവം ചെവി തുറക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തിരിക്കും. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ മുഖത്ത്, അവിടെ എനിക്ക് സമയമില്ല, ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാൻ നിർത്തിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ദൈവമക്കളാകുന്ന ഇസ്രായേലിനോട് കർത്താവ് പറയുകയാ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈകളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് മാറ്റുവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ അന്വേഷിക്കുവിൻ. സഹോദര സഹോദരി, കർത്താവിനോട് കൂടെയുള്ള ഒരു രഹസ്യ ജീവിതം എനിക്കില്ലെങ്കിൽ, ക്രൂശെടുക്കുന്ന ഒരു ജീവിതമില്ലെങ്കിൽ, പാപത്തെ വെറുക്കുന്ന ഒരു ജീവിതമില്ലെങ്കിൽ, 1 യോഹന്നാൻ 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. നമുക്കറിയാം നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിന് തെളിവ് എന്തെന്നറിയാമോ? ഞാൻ അവളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കും. അവളെ സ്നേഹിക്കുന്നത് ഞാൻ അവളോട് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് കാണിക്കും. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആരുടെ കൂടെ ഇരിക്കുന്നത്, ആ ആളിനെ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തെയാണ് സ്നേഹിക്കുന്നത്. കർത്താവ് പറയുന്നു, ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിലില്ലെന്ന്. ദൈവം അവനെ സ്നേഹിക്കുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. യാക്കോബിന്റെ ലേഖനം 4:4 പറയുന്നു, വ്യഭിചാരികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. ആ വാക്യങ്ങളൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട് സഹോദരങ്ങളെ. വ്യഭിചാരിണികളെന്നാ ദൈവമക്കളെ അവിടെ വിളിച്ചിരിക്കുന്നത്. കാന്തനായ യേശു ഉണ്ട്, പക്ഷേ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ കൂടെ നടക്കുന്നവനെയാണ് വ്യഭിചാരി എന്ന് വിളിക്കുന്നത്. ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോകുന്നു, വ്യഭിചാരമോ? ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. പ്രിയ സഹോദരൻ ഡെന്നീസ്, പ്രിയ സഹോദരി സിജി, വളരെ നന്ദി പറയുന്നു. ദൈവവചനം ശുശ്രൂഷിപ്പാൻ്റെ കോണം എനിക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരും സഹോദരിമാരും കേൾക്കുന്നുണ്ട്. Don't take this message as a condemnation. This is just a warning to you. This is what the Lord has put in my heart. ഒരിക്കലും ഞാൻ നിങ്ങളെ ആരെയും ജഡ്ജ് ചെയ്തോ കണ്ടം ചെയ്തോ അല്ല സംസാരിച്ചത്. ഞാൻ അങ്ങനെ ജീവിച്ച മനുഷ്യനായതുകൊണ്ട് അതിൽ നിന്ന് എൻ്റെ കർത്താവിനെ വിടുവിച്ചു. എന്നെ കർത്താവിനെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെയും വിടുവിക്കുവാൻ കഴിയും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന മെസ്സേജാ സഹോദര സഹോദരി ഞാൻ ഷെയർ ചെയ്തത്. കർത്താവിൻ്റെ വചനത്തിൽ നിന്നൊന്നും മായ്ച്ചു കളയുവാൻ തക്കോണം എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ കർത്താവിനെ ഭയപ്പെടുന്നു. നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധി വണക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. ഇത്രയും സമയം തിരുസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം പാട്ടുപാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, തിരുസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, പിന്നെയും പരിശുദ്ധ വചനത്തിന്റെ മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. യേശു കർത്താവിനെ പോലെ ഞങ്ങൾ ജീവിപ്പാൻ, ഞങ്ങളുടെ ലക്ഷ്യം കർത്താവിനെ പോലെ ആകണമെന്നുള്ള ആഗ്രഹമായി തീരുവാൻ, അവിടുന്ന് വെറുത്തതിനെയൊക്കെ വെറുക്കുവാനും അങ്ങ് സ്നേഹിച്ചതിനെയൊക്കെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ നാളുകളിൽ അതിനുള്ള ആഗ്രഹം തരണമേ കർത്താവേ. ആ റിയൽ പെന്തിക്കോസ്തിയുടെ അനുഭവം ദൈവസഭയുടെ മധ്യത്തിൽ ഉണ്ടാവണമേ അപ്പ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ ഡെന്നിസിനെയും പ്രിയ സഹോദരി സുജിയെയും അവരുടെ മേൽ നോട്ടത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയെ ഭയപ്പെടുന്ന ഒരു ജനമായി, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന ഒരു ജനമായി, അങ്ങയുടെ വചനത്തിൽ സൂക്ഷിച്ചു നോക്കി തിരുവചനത്തെ അനുസരിക്കുന്ന ഒരു ജനമായി അവരെയും എൻ്റെ പ്രിയ ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവദാസീദാസന്മാർ സഹോദരങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കാട്ട്, അനേകരെ ഒരുക്കുവാനുള്ള കൃപ പകർന്നാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.